പാലക്കാടൻ കരിമ്പനക്കാടുകളെ തഴുകിവരുന്ന കാറ്റിന് ഇത്തവണ മീനച്ചൂടിന്റെ കാഠിന്യമല്ലായിരുന്നു, മറിച്ച് വെടിയുപ്പിന്റെയും കരിമരുന്നിന്റെയും ഗന്ധമായിരുന്നു. കേരളത്തിലെ പൂരങ്ങളുടെ രാജാവ് തൃശൂർ പൂരമാണെങ്കിൽ ആവേശം കൊണ്ട് ആകാശത്തെ വിറപ്പിക്കുന്ന പൂരങ്ങളുടെ പൂരം അത് നെന്മാറ വല്ലങ്ങി വേല തന്നെയാണ്. 2026 ഏപ്രിൽ 3 മീനപ്പൂനിലാവുദിച്ച രാത്രിയിൽ നെല്ലിക്കുളങ്ങര ഭഗവതിയുടെ തിരുമുറ്റത്ത് അരങ്ങേറിയത് സമാനതകളില്ലാത്ത ഒരു ജനകീയ ഉത്സവമായിരുന്നു. നെന്മാറ, വല്ലങ്ങി എന്നീ രണ്ട് ദേശങ്ങൾ തമ്മിലുള്ള സമാധാനപരമായ മത്സരമാണ് ഈ വേലയുടെ ആത്മാവ്. കൊടിയേറ്റം മുതൽ തുടങ്ങിയ തയ്യാറെടുപ്പുകൾ അതിന്റെ പൂർണ്ണതയിലെത്തിയത് ഏപ്രിൽ 3 രാവിലെ മുതൽ തന്നെ വാളുകടയൽ ചടങ്ങുകളോടെ ഗ്രാമങ്ങൾ ഉണർന്നു. പിന്നാലെ മലബാറിന്റെ തനത് കലാരൂപങ്ങളായ കുമ്മാട്ടിയും കരിവേലയും ആണ്ടിവേലയും നാടിന്റെ ഓരോ മുക്കിലും മൂലയിലും ഉത്സവലഹരി പകർന്നു. ഉച്ചയ്ക്ക് ശേഷം നെല്ലിക്കുളങ്ങര ക്ഷേത്രത്തിന് മുന്നിലുള്ള വിശാലമായ പാടശേഖരത്തേക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന 2 എഴുന്നള്ളത്തുകൾ എത്തി. നെന്മാറ ദേശത്തിനു വേണ്ടി ഗജരാജൻ പുതുപ്പള്ളി കേശവൻ തിടമ്പേരിയപ്പോൾ വല്ലങ്ങി ദേശത്തിന് കരുത്തായി ചിറ്റക്കൽ കാളിദാസൻ അണിനിരന്നു. ഇരുവശത്തുമായി 15 വീതം ആകെ 30 ഗജവീരന്മാർ തലയുയർത്തി നിന്നപ്പോൾ പ്രകമ്പനം കൊണ്ടത് പാണ്ഡ്യമേളത്തിന്റെയും പഞ്ചവാദ്യത്തിന്റെയും താളത്തിനൊപ്പമായിരുന്നു. വെയിലിനെ വകവെക്കാതെ തടിച്ചുകൂടിയ പതിനായിരങ്ങളുടെ ആവേശാരവങ്ങൾക്കിടയിലൂടെ വെൺചാമരങ്ങളും മുത്തുക്കുടകളും ആകാശത്തേക്കുയർന്ന കാഴ്ച നയനമനോഹരമായിരുന്നു. സന്ധ്യ മയങ്ങിയതോടെ ആവേശം പന്തലുകളിലേക്ക് മാറി. ലോകപ്രശസ്തമായ നെന്മാറ, വല്ലങ്ങി ആനപ്പന്തലുകൾ ഇത്തവണയും വിസ്മയമായി. ലക്ഷക്കണക്കിന് LED ബൾബുകൾ കൊണ്ട് നിർമ്മിച്ച കൂറ്റൻ ഗോപുരങ്ങൾ രാത്രിയുടെ ഇരുട്ടിന് പാടെ മായ്ച്ചുകളഞ്ഞു. ആധുനിക സാങ്കേതികവിദ്യയും ശില്പഭംഗിയും ഒത്തുചേർന്ന ഈ പന്തലുകൾക്ക് മുന്നിൽ തായമ്പകയുടെ അസുരതാളം മുറുകിയപ്പോൾ കാണികൾ മതിമറന്ന് നൃത്തം ചെയ്തു. എല്ലാവരും കാത്തിരുന്ന ആ നിമിഷം പുലർച്ചെ 3 മണിയോടെയാണ് എത്തിയത്. ലോകത്ത് തന്നെ ഏറ്റവും വലിയ ശബ്ദഗാംഭീര്യമുള്ള വെടിക്കെട്ടുകളിൽ ഒന്നാണിത്. ഇലക്ട്രിക് സ്വിച്ചുകളുടെ സഹായമില്ലാതെ തിരി കൊളുത്തി പൊട്ടിക്കുന്ന പരമ്പരാഗത രീതി തന്നെയാണ് ഇത്തവണയും പിന്തുടർന്നത്. ആദ്യത്തെ അമിട്ട് ആകാശത്ത് വിരിഞ്ഞപ്പോൾ ഭൂമി ഒന്ന് നടുങ്ങി. പിന്നാലെ വന്ന വർണ്ണമഴയും ഇടിമുഴക്കം പോലുള്ള ശബ്ദപ്രകടനങ്ങളും ആകാശത്തെ ഒരു അഗ്നിപർവ്വതം പോലെ തോന്നിപ്പിച്ചു. പുലർച്ചെ 6 മണിവരെ നീണ്ടുനിന്ന കരിമരുന്ന് പ്രയോഗം അവസാനിച്ചത് വാനിലുയർന്ന ഒരു വലിയ വിസ്മയത്തോടെയായിരുന്നു. ആഘോഷങ്ങൾക്കൊടുവിൽ ഭഗവതിയുടെ തിടമ്പ് തിരിച്ചെഴുന്നള്ളിച്ചപ്പോൾ കണ്ടുനിന്നവരുടെ മനസ്സിൽ അടുത്ത വർഷത്തേക്കുള്ള കാത്തിരിപ്പിന്റെ വിത്തുകൾ പാകിയിരുന്നു. പാലക്കാടൻ ഗ്രാമീണതയുടെയും കൂട്ടായ്മയുടെയും പ്രതീകമായ നെന്മാറ വല്ലങ്ങി വേല 2026 കരിമരുന്നിന്റെ പുകയും മേളത്തിന്റെ താളവും ബാക്കിവെച്ച് ചരിത്രത്തിന്റെ താളുകളിലേക്ക് മടങ്ങി.